ഹലോ ഹായ് ഇന്ന് നമ്മൾ ഒരു കേക്ക് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാം. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല തിരക്ക് പിടിച്ചൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്കൊരു 3 കേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ വന്ന ഓരോരോ കാര്യങ്ങളാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ തലേന്നേ സെറ്റ് ചെയ്ത് വെക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മോനെ ഉറക്കിയതിന് ശേഷം നമ്മൾ ചെയ്യാമെന്നൊക്കെ വിചാരിച്ച മോനെ ഉറക്കിയപ്പോൾ ഞാനും കിടന്നുറങ്ങിപ്പോയി. സാധാരണ നൈറ്റിൽ ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. മോർണിംഗിലാകുമ്പോൾ നമുക്ക് അത്ര ടെൻഷൻ ഉണ്ടാവാറില്ല. പക്ഷേ ഇത് ഞാൻ പുലർച്ചെ ഒരു 4 മണിക്കൊക്കെയാണ് കേട്ടോ ഞാൻ അറിയണത്. പിന്നെ അപ്പോഴത്തെ ഉറക്കത്തിൽ എന്തായാലും ലേറ്റായി, എന്നാൽ പിന്നെ രാവിലെ ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ അവിടെ തന്നെ കിടന്നുറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരുപാട് ഹെവി വർക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ രാവിലെ നമ്മൾ സാധാ മോർണിംഗിൽ എണീറ്റ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന ടൈമിലാണ് നമുക്ക് നമ്മളെ റിലേറ്റീവിൽ ഒരു മരണം ഉണ്ടായത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കവിടെ പോകൽ നിർബന്ധമാണ്, അത്യാവശ്യം ലോങ്ങാണ്. അപ്പോൾ അത് പ്രതീക്ഷിക്കാതെ സംഭവിച്ചതുകൊണ്ട് നമ്മളെ പ്ലാനിങ് ഒക്കെ ആകെ മാറിപ്പോയി. അപ്പോൾ നമുക്ക് എന്തായാലും നോർമലി ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കേക്കൊക്കെ സെറ്റ് ചെയ്യാനുള്ള ടൈം ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയിൽ നമുക്ക് അത്രയും ലോങ്ങും പോകാനുള്ളതുകൊണ്ട് ഒക്കെ ആകെ മാറിപ്പോയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് ഫൈനൽ ഫ്രോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പോവാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മരണ വീട്ടിൽ പോയി. അവിടുന്ന് നേരെ നമുക്ക് വേണ്ടൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് തിരിച്ച് നമ്മൾ വരാമെന്ന് പറഞ്ഞ ടൈമിലൊന്നും നമ്മൾ എത്തിയില്ല കേട്ടോ. കാരണം ഒരുപാട് ടൈം എടുത്തു. അറിയാമല്ലോ, അവിടെയൊക്കെ പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പോരാൻ പറ്റിയ ഒരു സിറ്റുവേഷനൊന്നും ആയിരുന്നില്ല. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് ഇവിടെ വീട്ടിൽ തിരിച്ചെത്തി. ഈ കേക്കിൻ്റെ ഫുൾ ഡിസൈനൊന്നും ചെയ്യാതെ ജസ്റ്റ് ഈ ഒരു ഫൈനൽ ഫ്രോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പോയിട്ടാണ്. തിരിച്ച് നമുക്ക് ഇന്ന് മോൻ്റെ സ്കൂളിൽ ഒരു കേക്ക് കോമ്പറ്റീഷൻ ഉണ്ട്, ക്രിസ്മസ് ഒക്കെ ആയിട്ട്. ഇത് ക്രിസ്മസിൻ്റെ ടൈമിൽ വെക്കേഷൻ്റെ മുന്നേ നടന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മൾ കേക്കായിട്ട് മോൻ്റെ സ്കൂളിൽ പോവാണ്. മോൻ്റെ സ്കൂളെന്ന് പറയാൻ പറ്റില്ല, എൻ്റെ സ്കൂളും കൂടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു പോകാൻ. അപ്പോൾ അവിടെ ക്രിസ്മസ് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. നമ്മളെ കേക്കിൻ്റെ കോമ്പറ്റീഷനൊക്കെ അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. നമ്മൾ നമ്മൾ ട്രോഫിയൊക്കെ മേടിച്ചിട്ട് നമ്മൾ റിട്ടേൺ തിരിച്ചു പോന്നു കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു കേക്ക് കൊടുക്കാനുള്ളതുകൊണ്ട് എനിക്ക് ഒന്നിനൊരു മൂഡുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം നമ്മൾ പോയ ആ ടൈമിൽ നിന്ന് പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞാലാണ് ഈ കേക്കുകളൊക്കെ കൊടുക്കാനുള്ളത്. ഇതൊന്നും നമ്മൾ ഡിസൈൻ ചെയ്യാതെയാണ് അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോസൊന്നും അവിടെ നിന്ന് എക്സ്ട്രാ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ വേഗം ഈ ഒരു കേക്ക് ഡിസൈൻ ചെയ്തു. ഇത് നമ്മൾ റിലേറ്റീവ്ക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വലിയ ടെൻഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഒരുപാട് ഹെവി വർക്കുമൊക്കെ ഒന്നും നിന്നിട്ടില്ല, സിമ്പിളായിട്ട് ചെയ്ത് കൊടുത്തു. മറ്റേ കേക്കിൽ നമ്മൾ ചെയ്തപ്പോൾ നമ്മുടെ ബട്ടർ സ്കോച്ചിൻ്റെ സോസ് അത്യാവശ്യം കട്ടിയായിരുന്നു കേട്ടോ. അത് ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് ചെയ്തിട്ട് ഒന്ന് ലൂസാക്കിയതാണ്. അപ്പോഴാണ് ആ ഒരു സോസ് അത്യാവശ്യം ലൂസായിട്ട് അങ്ങനെ പണി തന്നത് കേട്ടോ. പിന്നെ ആ ഒരു തിരക്കിൽ ഒന്നും റെഡിയാക്കാനുള്ള മൂടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഈ ഒരു കേക്കിൽ സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്തിട്ട് പെട്ടെന്ന് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ നമ്മൾ ആവശ്യം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഡിസൈൻ ചെയ്ത് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത് കൊടുത്ത് അടുത്ത ദിവസം നമ്മളെ ഡ്രൈവിംഗ് ടെസ്റ്റാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് അത് പാസ്സായി. നമ്മൾ ആ ഒരു സന്തോഷത്തിൽ നമ്മൾ തിരൂർ നെസ്റ്റോലാണ് കേട്ടോ പോയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ടെസ്റ്റ് തിരൂർ വെച്ചിട്ട് തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ തലേന്നേ താത്താൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടെസ്റ്റ് പാസ്സായ സന്തോഷത്തിൽ ഞങ്ങൾ അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് മൊത്തത്തിലൊന്ന് കറങ്ങിയിട്ടാണ് കേട്ടോ അന്ന് ഞങ്ങൾ പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് വൈകിട്ട് തന്നെ നമുക്ക് റിട്ടേൺ പോകണമായിരുന്നു. കാരണം വീട്ടിൽ വന്നാൽ നമുക്ക് അത്യാവശ്യം ഓർഡേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് രാവിലെ കൊടുക്കേണ്ടായിരുന്നു. അപ്പോൾ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് കൊടുക്കാനുള്ള കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാനുള്ള ടൈമോ മൂഡോ ഉണ്ടായിരുന്നില്ല, ടൈം ഒട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം നമ്മൾ തലേന്ന് അവിടെ പോയതുകൊണ്ട് ഇതൊക്കെ പെട്ടെന്ന് ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാതെ പാക്കിങ്ങിന് എനിക്ക് തോന്നി വെറുതെ ക്യാമറ ഓണാക്കി വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സൈഡിൽ ക്യാമറ ഓണാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ തിരക്ക് പിടിച്ച എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഓരോരോ ദിവസങ്ങൾ ഉണ്ടാവാറ്. നമ്മളെ തിരക്കിൻ്റെ ഇടയിലും കേക്കിൻ്റെ കാര്യങ്ങളും നടക്കണം, നമ്മളെ കാര്യങ്ങളും എല്ലാം കൂടി നടക്കണമല്ലോ. അപ്പോൾ നമ്മളെ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഞങ്ങളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.